ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിരീടത്തിൻ്റെ വീഡിയോ ആണ്. ആലപ്പുഴ മങ്കൊമ്പ് തെക്കേക്കരയിൽ പുല്ലമ്പയ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തിൽ ചാർത്തുവാനായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു കിരീടമാണിത്. ഈ കിരീടം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപമുള്ള SJ ത്രെഡ് ഹൗസിൽ നിന്നാണ് ഞാൻ കിരീടത്തിന് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിയത്. സീക്വൻസുകളുടെയും ബീഡ്സിൻ്റെയും ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. ഇതൊക്കെ പാക്കിന് 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നതാണ്. കിരീടത്തിന് നല്ല ബ്രൈറ്റ്നസ് തരുന്ന ബീഡ്സും സീക്വൻസും ഒക്കെയാണ് ഞാനിവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സ്റ്റോൺ ബട്ടൺസ് കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഇതാ ഇവിടെ കുറച്ച് കുന്തൻ സ്റ്റോണിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കിരീടത്തിന് വേണ്ടി മെയിനായിട്ട് ഇതാണ് എടുത്തത്. എല്ലാം ഒരു 10 എണ്ണം വീതം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഇതുപോലത്തെ ഒരു വൈറ്റ് ബീഡ്സ് ഒരു പാക്കറ്റ് എടുത്തിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോണിൻ്റെ പാക്ക് അത് ഞാനൊരു പാക്ക് എടുത്തു. കിരീടം തയ്യാറാക്കാനായി ആദ്യം കിരീടത്തിൻ്റെ ഡിസൈൻ നമ്മൾ തീരുമാനിക്കണം. ഒരു കട്ടിയുള്ള പേപ്പറിൽ നമുക്ക് വേണ്ട ഡിസൈൻസ് ആദ്യം വരച്ച് വെട്ടിയെടുക്കണം. കിരീടത്തിൻ്റെ മുൻവശം, മെയിൻ ഭാഗം, പിന്നെ ബാക്ക് സൈഡ്, അങ്ങനെ 3 ഭാഗങ്ങൾ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടുമ്പോൾ ഷേപ്പിൻ്റെ 2 വശങ്ങളും ഒരുപോലെ വരുവാനായിട്ട് പേപ്പർ മടക്കിയിട്ട് ഒരു വശം വെട്ടിയെടുക്കുക. അത് നിവർത്തുമ്പോൾ 2 വശവും ഒരുപോലെ ഇരിക്കും. ഇതുപോലെയാണ് ഞാനിവിടെ ഈ 3 ഷേപ്സും വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കോട്ടൺ ക്ലോത്താണ്. ഞാനത് നടുവേ നന്നായിട്ട് മടക്കി എന്നിട്ട് മുറിച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ട്രേസ് ചെയ്തെടുക്കുകയാണ് പെൻസിൽ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് വേണ്ടത് ക്ലോത്ത് സ്ട്രിപ്പാണ്. 1 മീറ്ററിന് 5 രൂപയാണ് ഇതിന്. ചുരിദാറിലൊക്കെ പടിയായിട്ട് വെക്കുന്നത് ഇതാണ്. ഇതിന് ഗ്ലേസ് ഉള്ള ഒരു വശവും പരുക്കനായിട്ടുള്ള മറ്റൊരു വശവും ഉണ്ട്. ഗ്ലേസിംഗ് ഉള്ള വശം ക്ലോത്തിനോട് ചേർത്ത് വെക്കുക. ഞാൻ 2 പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തേപ്പൊട്ടി ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് മെല്ലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള വശം തേക്കുമ്പോൾ തുണിയുമായിട്ട് ഒട്ടിപ്പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്ലേസിംഗ് ഇല്ലാത്ത വശം തേക്കുമ്പോൾ ഒട്ടുകയില്ല. പിന്നെ ഇത് ഇതുപോലെ മടക്കാൻ സാധിക്കും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് തന്നെ കുറുകയായിട്ട് ഇതുപോലത്തെ മറ്റുള്ള സ്ട്രിപ്പും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇതിപ്പം പഴയ പോലെ അത്രയും മടങ്ങത്തൊന്നുമില്ല. ഇനി നേരത്തെ ഡിസൈൻ വരച്ച് വെച്ച കോട്ടൺ തുണി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കാം. സ്ട്രിപ്പിൻ്റെ ഗ്ലേസിംഗ് ഇല്ലാത്ത വശം തേച്ചൊട്ടിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനാൽ ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഈ 2 ഭാഗങ്ങളും ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ആ ഡിസൈൻ അങ്ങ് വെട്ടിയെടുക്കാം. ഇതായപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പ് ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ഷേപ്സും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. അതിന് കുറച്ചും കൂടെ വലിയൊരു തുണി എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു ഡിസൈൻ വെച്ച് നോക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ക്ലോത്ത് സ്ട്രിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം, മുമ്പ് ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് അതൊന്ന് നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് പഴയ പോലെ തന്നെ എങ്ങനെയാണോ ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഡിസൈന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്ലോത്ത് സ്ട്രിപ്പിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം താഴ്വശത്ത്, അതായത് ഈ ക്ലോത്തിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് തേപ്പൊട്ടി ഉപയോഗിച്ചിട്ടൊന്ന് തേച്ചെടുക്കാം. അപ്പോൾ തന്നെ ഇത് ഇത്രയും ഭാഗം ഒട്ടിക്കിട്ടും. ഇത്രയും ഭാഗം നമ്മുടെ ക്ലോത്തുമായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷേപ്പ് ഒന്ന് വരച്ചിട്ട് വെട്ടിയെടുക്കാം.
പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ വളയത്തിന് വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലോത്ത് സ്ട്രിപ്പ് ഇതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടി ഇട്ടട്ടെ എന്ന് വെച്ചാണ് ഇങ്ങനെ ചെയ്തത്. എങ്കിലും വലിയ കട്ടിയൊന്നുമില്ലായിരുന്നു. ഈ ഒരു ഭാഗം നേരെ നിൽക്കുന്നില്ലായിരുന്നു, ഇതുപോലെ വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഞാനൊരു ഇതുപോലത്തെ ഒരു നൂൽക്കമ്പി ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് കരുതി. B7000 എന്ന് പറഞ്ഞൊരു അഡ്ഹസീവ് ഉണ്ട്. വളരെ നല്ലൊരു അഡ്ഹസീവാണ്. ഞാൻ ആ അഡ്ഹസീവ് ഉപയോഗിച്ചിട്ടാണ് ഈ കമ്പി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഒരു കമ്പിക്ക് പകരം ഞാനിവിടെ 2 കമ്പിയാണ് ഉപയോഗിച്ചിരുന്നത്. കുറച്ചും കൂടെ കട്ടി വരട്ടെ, നമുക്ക് വളയ്ക്കാവുന്ന രീതിക്ക് ആക്കാം എന്നുള്ള നിലയ്ക്കാണ് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ കമ്പി ഒട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലൂടെ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നിനുമല്ല, മറ്റൊരു ക്ലോത്തും കൂടെ ഞാൻ ഇതേ ഡിസൈനിൽ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അധികം വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സൈഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് പഴയ പോലെ വളയുന്നൊന്നുമില്ല, എന്നാൽ നമുക്ക് ഇഷ്ടത്തിനുള്ള രീതിക്ക് ഇത് വളച്ചെടുക്കാനും പറ്റും. ഇനി മറ്റുള്ള ഷേപ്പുകളുടെ ബാക്കിലും ഞാൻ ഇതുപോലെ കമ്പി ഒട്ടിച്ചെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ കോട്ടൺ പീസുകൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കമ്പി ഇതിൻ്റെ അടിയിലുണ്ടെന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് വളച്ചെടുക്കാനും സാധിക്കും, ഒരല്പം കട്ടിയും ലഭിക്കും. ഇനി 3 പീസുകളും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഏറ്റവും ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ കുറച്ച് സ്റ്റോൺസ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് കുന്തൻ സ്റ്റോൺസ്, ബട്ടൺസ്, ബീഡ്സ്, സ്റ്റോൺസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ സ്റ്റോൺ ഗ്ലൂ അഥവാ ഫാബ്രിക് ഗ്ലൂ എടുക്കാം, അല്ലെങ്കിൽ B7000 എന്ന ഇതുപോലത്തെ ഒരു അഡ്ഹസീവ് എടുക്കാം. ഇനി ഈ സ്റ്റോൺ ബട്ടൺ നമുക്ക് B7000 ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. B7000 പെട്ടെന്ന് ഒട്ടുന്ന നല്ലൊരു അഡ്ഹസീവാണ്. അധികം നേരമൊന്നും വേണ്ടി വരത്തില്ല. എല്ലാ സ്റ്റോൺസും നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അഡ്ഹസീവാണ്. എല്ലാവരും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ സ്റ്റോൺസ് എല്ലാം ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റോൺസ്, ചെറിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആ ചെറിയ സ്റ്റോണും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റുള്ള സ്റ്റോൺസ് ഇതുപോലെ അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലത്തെ ചെറിയ സ്റ്റോൺസ് ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലത്തെ ഗോൾഡൻ ബീഡിൻ്റെ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. ആ ചെയിനും ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഗോൾഡൻ സീക്വൻസ് ആണ്. നമുക്കിത് ഫ്രണ്ടിൽ കുറച്ചൊരു റൗണ്ട് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഈ ഫസ്റ്റ് പീസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ B7000 പുരട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്റ്റിക്ക് ആകണം. ഇതിന് ശേഷം കുറച്ച് ഗ്ലാസ് മിറേഴ്സ് നമുക്ക് അവിടെ ഇവിടെയായിട്ടൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോൾഡൻ ബീഡ് ചെയിനാണ്. ഇതിങ്ങനെ റൗണ്ടായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 2 ഗ്രീൻ കുന്തൻ സ്റ്റോണും 2 പിങ്ക് കുന്തൻ സ്റ്റോണും എന്നുള്ള രീതിക്കാണ് ഞാനിവിടെ ഇത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ബീഡ്സ് ഇവിടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട്
ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോൺ ബട്ടൺ ഞാനിവിടെ ടോപ്പ് സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഇതുപോലത്തെ ഗോൾഡൻ ചെയിൻ ഞാനിവിടെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുന്തൻ സ്റ്റോണും കൂടെ. അപ്പോൾ ഇത്രയും നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റിങ് പോലത്തെ ഭാഗമുണ്ടല്ലോ, അതൊന്ന് സെറ്റാക്കി എടുക്കണം. ഞാനിവിടെ ഗോൾഡൻ സീക്വൻസ് ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇന്നർ ലെയറിലായിട്ട് ഞാനിവിടുത്തെ ഇതുപോലത്തെ സ്റ്റോണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഔട്ടറിലായിട്ട് ഒരു വൈറ്റ് സ്റ്റോണ്, ഒരു ഗോൾഡൻ സ്റ്റോണ്, പിന്നെ വീണ്ടും ഒരു വൈറ്റ് സ്റ്റോണ്, അത് കഴിഞ്ഞിട്ട് ഒരു പിങ്ക് സ്റ്റോണ്, ഇങ്ങനത്തെയുള്ള കണക്കിനാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് മിറേഴ്സ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രഭ ഈ ബാക്കിൽ നല്ല ലൈറ്റിംഗ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഈ 2 പീസും കൂടെ ഒട്ടിച്ചെടുക്കണം. എൻ്റെ ബാക്കിലായിട്ട് കുറച്ച് B7000 പുരട്ടി എന്നിട്ട് ഇതുപോലെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഉണങ്ങി കിട്ടണം. അതായത് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിരീടം ഒന്ന് കെട്ടണമല്ലോ. അതിന് വേണ്ടി ഞാനിവിടെ റിബൺ എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തയ്ക്കുമ്പോൾ ഈ ലെയേഴ്സ് എല്ലാം തമ്മിൽ ഉറപ്പ് വരികയും ചെയ്യും, നമുക്കിത് കെട്ടാനും സാധിക്കും. ഇതാ നമ്മുടെ കിരീടം പൂർത്തിയായിട്ടുണ്ട്. ഈ കിരീടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ കിരീടം ഞാൻ ഉണ്ടാക്കിയത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, പുല്ലമ്പല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തിൽ ചാർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പുല്ലമ്പല അമ്പലത്തിലേക്ക് പോകാം. ആലപ്പുഴ കുട്ടനാട്ടിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ പമ്പ മണിമല ആറിൻ്റെ തീരത്തായിട്ടാണ് പുല്ലമ്പല ശ്രീ ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പുല്ലമ്പല ദേവി ക്ഷേത്രം ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാ ഞാനിത് അമ്പലത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. നമുക്കും ഇതുപോലെ സ്വന്തമായിട്ട് ഒരു കിരീടമൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ഇതുപോലത്തെ ഒരു കിരീടമോ മാലയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി അമ്പലത്തിലും മറ്റും കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലത്തെ ചാർത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ.